നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, 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 അമ്മേ. എന്താ? അച്ഛന് മരുന്ന് കൊടുത്തില്ലായിരുന്നോ? ഇല്ല. ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ. അതെന്താ അമ്മ കൊടുക്കാതിരുന്നേ? നീ ആരാ ചോദിക്കേ? ഞാൻ ആ കിടക്കുന്ന മനുഷ്യന്റെ മകളാ. എന്താ അധികാരം പോരെ എനിക്ക്? നീ മോളാണെങ്കിലേ ഞാൻ അങ്ങേരുടെ ഭാര്യയാ. എനിക്ക് അവകാശം കൂടുതൽ. ഈ വീട്ടിൽ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛന്റെ കാര്യത്തിൽ ഒരു മുടക്കം വരാൻ പാടില്ല. സമയത്തിന് ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്തിരിക്കണം. ഇനി അതിൽ വീഴ്ച വരുത്തിയ കേട്ടോ അമ്മേ, ഇവള് പറയുന്നത് കേട്ടോ? എല്ലാത്തിനും കാരണം ആ ഒരൊറ്റ മനുഷ്യനല്ലേ? ഈ വീട് ഇവളുടെ പേരിൽ എഴുതി കൊടുത്തോണ്ടല്ലേ ഇവൾ ഇവിടെ കിടന്ന് ഭരിക്കുന്നത്. എല്ലാം എന്റെ തലവിധി. എനിക്കിതെല്ലാം സഹിക്കേണ്ടി വന്നല്ലോ ഭഗവാന്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ പാർവതി. അവള് പറയാനുള്ളതൊക്കെ പറയട്ടെ, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇവളിത് എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. എന്നെ കണക്ക് പറയിപ്പിക്കാൻ എന്തൊരു ഉത്സാഹം എല്ലാവർക്കും. അതിന്റെ 10 താല്പര്യം മതിയല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താനായിട്ട്. എന്നെ നിങ്ങൾ ഗൗനിക്കൊന്നും വേണ്ട. പക്ഷെ അച്ഛൻ അതിലൊരു വീഴ്ച വരാൻ പാടില്ല. രക്ഷിച്ചെടുക്കണ്ടേ മുത്തശ്ശി അച്ഛനെ? നമുക്ക് പഴയതുപോലെ ആക്കണ്ടേ? നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് അച്ഛന്റെ അസുഖം മാറാതിരിക്കരുത്. അമ്മ കേട്ടല്ലോ ആജ്ഞാപിക്കലേ. ഇത് എത്ര നാള് സഹിക്കേണ്ടി വരും അമ്മേ? ഇപ്പൊ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. ഇപ്പൊ അവളുടെ കാലമാ, അത് മാറും. അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കണം. നിത്യയുടെ കല്യാണം കഴിയാത്തോണ്ടാ. അതും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോയേനെ. മടുത്തു. ഇനി എന്നെ തല്ലണോ? തല്ലിക്കോ. നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പൊ ഞാൻ കൊള്ളും. ഇത് ജയിലായി പോയില്ലേ? പക്ഷേ എനിക്കൊരു ദിവസം വരും. എല്ലാത്തിനും ചേർത്ത് അന്ന് ഞാൻ തരും. വേണ്ട വിട്ടേക്ക്. ഇവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മതി. ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. ഞങ്ങൾ പോവുക. നീ പുറത്തിറങ്ങിയ അവിടെ വെച്ച് കാണാം. ഞാൻ ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പുറത്ത് ആളുള്ളത് പോലെ എനിക്ക് വേണ്ടി പണിയെടുക്കാനും പുറത്ത് ആളുണ്ട്. അവരെന്നെ ഇറക്കിക്കോളും. നിന്നെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും ഞങ്ങൾക്കില്ല. എന്നാലും പറയുക, ഇതൊരവസരമാണ്. ഇവിടെ വച്ച് നന്നായാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിനക്ക് ജയിലിൽ കിടക്കാം. ഉപദേശത്തിന് നന്ദി. ഞാൻ ശ്രമിക്കാം നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ആവാൻ. സാധിക്കുമെന്ന് അറിയില്ല. ഒരു സിംഹക്കുഞ്ഞിന് ഒരിക്കലും ഒരു തെരുവുപട്ടിയാവാൻ പറ്റില്ല. ഇവൻ വാങ്ങിക്കും. എടാ, നിന്റെ വായിലെ നാക്ക നിന്റെ പ്രശ്നം. നന്നാവാൻ നോക്ക്, അല്ലെങ്കിൽ നരകിച്ച് ചാകും. ഒരു ഗസ്റ്റ് ഉണ്ട് നിനക്ക്. ആരാ നിന്നെ സ്ഥിരം കാണാൻ വരുന്നേ? അവര് തന്നെ. എനിക്ക് കാണണ്ട. അവർക്കെന്തോ നിന്നോട് പറയാനുണ്ടെന്ന്. പോയി കണ്ടിട്ട് വാടാ. സാറേ, അവരീ വരുന്നത് എന്റെ ഈ അവസ്ഥ കൊണ്ട് സന്തോഷിക്കാനാ. 3-ാം തവണയാ അവര് വരുന്നത്. സാറ് പറഞ്ഞോണ്ട് ഞാൻ പോയി കണ്ടേക്കാം. നമ്മൾ കാരണം ആരെങ്കിലൊക്കെ സന്തോഷിച്ചോട്ടെ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇവിടെയും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത് ഒരു ചെറിയ കാര്യം അല്ല കേട്ടോ. അറിയാം. അല്ലെങ്കിലും വലിയ കാര്യങ്ങളാണല്ലോ എനിക്കിഷ്ടം. നിത്യ പറഞ്ഞു ഇനി നിന്നെ വേണ്ടാന്ന്. അവൾ ഇനി നിന്നെ കല്യാണം കഴിക്കില്ല. വേണ്ട, എനിക്ക് നിത്യ വേണ്ട. നിന്നെ മതി.
അതിപ്പോഴും വിട്ടിട്ടില്ല ആ പഴയ ആഗ്രഹം. അങ്ങനെ വിടാൻ പറ്റുമോ? മോഹിച്ചു പോയില്ലേ? എനിക്കുണ്ട് ചില മോഹങ്ങള്. നീ ഇങ്ങനെ സ്ഥിരമായിട്ട് അകത്ത് കിടക്കുന്നത് എനിക്കിങ്ങനെ കാണണോടാ. അകത്ത് കിടക്കുന്നത് കാണാൻ പറ്റില്ല, വേണമെങ്കിൽ അടുത്ത് കിടക്കുന്നത് കാണാൻ പറ്റും. നീ ഇവിടുന്ന് പുറത്തു വരുന്ന വിചാരിക്കുന്നുണ്ടോ? സംശയം എന്താ? ഞാൻ പുറത്തു വരും. പുറത്തു വന്ന പലരുടെയും തല തറയെ കിടന്ന് ഉരുളുകയും ചെയ്യും. പലതും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ. അപ്പോ കുറ്റപത്രത്തിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. 1-2 കൂടി കാലുപുരിക്ക് അയച്ചെന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും അനുഭവിക്കാനില്ലല്ലോ. കാലപുരിക്ക് അയക്കാനേ നീ അങ്ങോട്ട് വാ. നിനക്കുള്ള കാലപുരി ഞങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്, അതങ്ങെടുത്ത് തരും. തർക്കിക്കാൻ ഞാനില്ല. എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ബാക്കി അന്ന് പറഞ്ഞാ പോരെ? ഓ മതി മതി മതി, എനിക്കൊരു തിരക്കുമില്ല കേട്ടോ. ഇതിലെ പോയപ്പോ ഞാനൊന്ന് കയറുന്നേ ഉള്ളൂ. ഇതൊരു നല്ല കാഴ്ചയാണല്ലോ എനിക്ക്. എന്നെ അത് ചെയ്തു കളയും ഇത് ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടന്നവൻ ദേ ഇതുപോലൊരു ഇരുമ്പ് വേലിക്കപ്പുറം നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നത് എന്നാണെന്ന് പോലും അറിയാതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മോനെ, ഓരോ 15 ദിവസം കൂടുമ്പോഴും പൗർണമിയും അമാവാസിയും വരും. അതിങ്ങനെ മാറി 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 വരും. നിന്റെ അമാവാസിയോടാ ഞാൻ. അമാവാസിക്ക് മരണം എന്നുകൂടി ഒരർത്ഥമുണ്ട്.